ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ബോളിയാണ്. ബോളി എന്ന് വെച്ചാൽ നമ്മളെ പായസത്തിൽ കൂടെ കഴിക്കുന്നതാണ്. പായസം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പായസത്തിൽ കൂടെയും കഴിച്ചാൽ അത്ര ടേസ്റ്റി തോന്നില്ല. ഒന്നില്ലെങ്കിൽ പാൽ പായസം, സേമിയ പായസം, ഇത്രയും വെച്ചിട്ടാണ് ഈ രണ്ട് പായസത്തിൽ കഴിക്കാനേ ഈ ബോളി അടിപൊളിയായിരിക്കും കഴിക്കാൻ. നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മുടെ അധികം ഈ നാട്ടിലൊന്നും അങ്ങനെ ബോളി ഉണ്ടാക്കി നമ്മൾ പായസത്തിൽ കൂടെ കഴിക്കുന്നത് കണ്ടിട്ടില്ല. ഓരോ ജില്ലകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോളി പായസം കൂടി കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും കഴിക്കാൻ. അപ്പം ഞാനതൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയതാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെയിരിക്കും എളുപ്പത്തിൽ. ഇപ്പം എല്ലാവർക്കും ഒന്ന് എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്നും ഞാൻ പരിചയപ്പെടുത്തി തന്നാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ ഇത് 1/2 കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇത് വെള്ളത്തിലിട്ട് കുതിർത്തപ്പോഴാണ് ഇത്രയായത്. കടലപ്പരിപ്പ് മെയിന്. പിന്നെ നമുക്ക് മൈദ വേണം, പഞ്ചസാര പൊടിച്ചത് വേണം, പിന്നെ നമ്മുടെ ഏലക്കായി പൊടിച്ചതാണ്, മഞ്ഞപ്പൊടി. ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ബോളി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ബോളി ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് കടലപ്പരിപ്പിനെ ഒന്ന് നമ്മൾക്ക് നല്ലപോലെ ഒരു 2 വിസിൽ വെച്ച് വേവിക്കണം. ഞാൻ അതാണ് ചെയ്യാൻ പോണത്. നമുക്ക് കടലപ്പരിപ്പിനെ ഒന്ന് വേഗം വെക്കാം. ഫസ്റ്റ് നമുക്കൊരു കുക്കർ വെക്കാം, കടലപ്പരിപ്പ് കൊട്ടിക്കൊടുക്കാം. കടലപ്പരിപ്പിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ 2 വിസിൽ വന്നത് നമ്മൾക്ക് ഇതിനെ ഓഫ് ചെയ്തിടണം. വെള്ളം നമ്മൾക്ക് ഇതിൽ പാടില്ല. അപ്പൊ നമുക്ക് അത് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ഇത് 2 വിസിൽ വരട്ടെ. നമുക്ക് മൈദാ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോ ഇതിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, വലിയ പാത്രം. ഇതിലിപ്പോ ഞാൻ 1/2 കിലോ മാവ് എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, 1/2 കിലോ മാവോ ഇതിൽ വെച്ച് കൂടുതൽ ബോളി വേണിച്ചാൽ കൂടുതൽ ഉണ്ടാക്കാം. ഞാനിപ്പോ ഇതിലൊരു 1/2 കിലോ മാവ് എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് മഞ്ഞപ്പൊടി കുറച്ച് മതി, കളറിനാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ച് കുഴക്കണമെങ്കിൽ. നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കുഴക്കണമെങ്കിൽ. ഒരുപാട് വെള്ളം കൂടി പോകരുത്. കളറ് മഞ്ഞപ്പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം. നോക്കിയിട്ട് കളർ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനി നമുക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ലേശം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക നല്ലപോലെ. ഇതേപോലെ നല്ല കുഴച്ചിട്ട് ഇനി നമ്മൾക്ക് ടേബിൾ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. എണ്ണയും വേണം നമുക്ക് കുഴയ്ക്കുമ്പോൾ. വൃത്തിയായി തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചെടുക്കാം. ഇടയ്ക്ക് എണ്ണ തൊട്ടോളൂ കയ്യിലേക്ക്. അപ്പൊ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊട്ട കയ്യിലൊന്നും ആകാൻ പാടില്ല, ഇങ്ങനെ ആകാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തടവി കൊടുക്കലാണ് പാത്രത്തിൽ. പക്ഷെ എണ്ണ മുകളിലും കൂടി ഒന്ന് തടവി കൊടുക്കാം. ഒന്നിങ്ങനെ നല്ലപോലെ തടവി കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റായിട്ട് ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് നമുക്കിതിനെ ബോളാക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കടലപ്പരിപ്പ് നമ്മുടെ കുക്കറിൽ നിന്ന് ഒന്ന് വാർത്തെടുക്കാം. അപ്പൊ നമ്മുടെ കടലപ്പരിപ്പ് 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വേവണമെന്ന് നിർബന്ധമില്ല. നമുക്കിതിൽ കൊട്ടിക്കൊടുക്കാം. വെള്ളം നന്നായി വെടിയണം. അപ്പൊ നല്ല പോലെ ഒന്ന് വെള്ളം വെടിഞ്ഞ് കിട്ടട്ടെ. അപ്പൊ നല്ല പോലെ വെള്ളം വെടിഞ്ഞു, ചൂടും അറിയിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല ചൂടാറിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ജാർ എടുക്കുക. ഈ ജാറിൽ കുറേശ്ശെ ഇട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. അതെങ്ങനെയാണെന്നൊക്കെ അരയ്ക്കാം. അമ്മിയിൽ വെച്ച് അരച്ചെടുക്കുക, മിക്സിയിലും അരച്ചെടുക്കുക. അതൊക്കെ അവരവർ ഇഷ്ടം പോലെ കുറച്ചിട്ട് അടിക്കാവോ. തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല പോലെ നൈസായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അവസാനത്തെയും ആയതാ. ഇതേപോലെ അടിച്ചെടുക്കണം. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് വലിയ ജാറിലിട്ടപ്പോൾ അരയണില്ല. അപ്പൊ ചെറിയ ജാറിലിട്ടപ്പോൾ വേഗം അരഞ്ഞു. കുറച്ചിട്ട് അരച്ചപ്പോൾ വേഗം അരഞ്ഞു കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ബോളാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തയ്യാറാക്കണം. പാൻ വെച്ച് കൊടുക്കാം.
ചൂടാവണം എന്നൊന്നുമില്ല. നമ്മൾക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് ഇതിന് നല്ലപോലെ ഒന്ന് ചൂടായി. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഇത് തവി ചൂടാവണം, ഇത് ചൂടാവണം എന്നൊന്നുമില്ല. നമുക്ക് അപ്പൊ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്. തീ കമ്മിയാക്കി വെക്കണം. ഞാൻ 2 തവി പഞ്ചസാര ഇടുന്നുണ്ട്. മധുരം അനുസരിച്ചിട്ട് ഇടണം. ഇതിലൊന്ന് ജോയിന്റ് ആയിട്ട് ഇത്ര ആവണ്ടുള്ളൂ, ഒരുപാട് ആവണം എന്നൊന്നുമില്ല. നമുക്കിനി ഒന്ന് ഏലക്കായ്പ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം. നോക്കിക്കോളൂ, ഇതങ്ങനെ ടൈറ്റ് ആയിരിക്കണം. ഇപ്പൊ മധുരം പിന്നെ എല്ലാം നോക്കണം. നമുക്കിപ്പോ മധുരം എങ്ങനെയാണ് അനുസരിച്ചിട്ട് ചേർത്തണം. ചിലവർക്ക് മധുരം വേണ്ടി വരും, ചിലവർക്ക് നല്ല മധുരം വേണ്ടി വരും. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെയാണ് ഇതിലൊക്കെ എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടാറട്ടെ. അപ്പൊ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ആക്കിടാം. അപ്പൊ ഇത് നല്ലപോലെ ചൂടാറിയിട്ട് നമുക്കൊക്കെ ഒന്ന് ബോളാക്കി എടുക്കാം. ഫസ്റ്റ് ഇതാണ് ബോളാക്കി എടുക്കേണ്ടത്. നമ്മള് നാരങ്ങ വലിപ്പത്തിൽ എടുക്കണം. കയ്യിലൊരു പൊട്ട് എണ്ണയാക്കിയിട്ടുണ്ട്. കയ്യിൽ നമുക്ക് പിടിക്കാതിരിക്കാനാണ്. ഇങ്ങനത്തെ ഇതിലെ എല്ലാ ബോളും നമുക്ക് ആക്കിയെടുക്കാം. എല്ലാതും ബോളാക്കി എടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒന്ന് ദോശക്കല്ല് അടുപ്പത്ത് വെക്കാം. കമ്മിയാക്കി വെക്കണം. ദോശക്കല്ലൊന്ന് വെച്ചു. ഇനി നമുക്ക് ബോളി ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇതൊന്ന് എടുക്കണം മാവ്. ബോള് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് എടുത്തോളൂ. കൈ കൊണ്ട് നല്ല പോലെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ നമ്മളെ ചുറ്റും ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബോളിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പ്രസ് ചെയ്തിട്ട് ഇതിനെ ചുറ്റിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമുക്കറിയാം ഒരു മാവിൻ്റെ ലെവല്. ഇത് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മാറ്റിക്കോളും. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബോളാക്കി എടുക്കും. ബോളാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇവിടെ നമ്മൾ പുരട്ടി കൊടുക്കണം. ഇതിങ്ങനെ വെച്ച് അമുത്തണം. അപ്പുറം ഇപ്പുറം നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ നമ്മുടെ ചപ്പാത്തി കല്ല് കൊണ്ടോ കോല് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കുക. കൈ കൊണ്ടോ ഇനി ഇതിൻ്റെ മേലെ കവർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കുക. പക്ഷെ നൈസിൽ മെല്ലെ പരത്താവും. നല്ല നൈസിൽ റൗണ്ട് ആക്കണം. പൊട്ടാനും പാടില്ല. നമ്മൾക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ എടുത്തിട്ട് മെല്ലെ ഇതെല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം. നമുക്ക് കോലുകൊണ്ട് പരത്താൻ കിട്ടിയില്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം. ഞാൻ അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇവിടെ നല്ല പോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഇതിൽ നമ്മൾക്കിപ്പോൾ അരിപ്പൊടിയോ പിന്നെ മൈദമാവ് പൊടി വെച്ചിട്ടും പരത്തി എടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ കൈ കൊണ്ടും കൂടെ കാണിച്ചു തരുന്നു. അപ്പോൾ ഓടി കളിക്കുന്നുണ്ടല്ലോ, എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പരത്തിയിട്ട് ചൂടാൻ പറ്റും. എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം എന്നേ ഉള്ളൂ. നിലത്തിന് നമുക്ക് നേരെ വെച്ച് കൊടുക്കാം. എന്നിട്ടും നമ്മൾ ഓരോന്നും പരത്തി ചുട്ടെടുക്കണം. പരത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് എടുത്താൽ കിട്ടാതെയൊക്കെ ആവും. എന്താ വെച്ചാൽ ഓരോന്ന് പരത്തുമ്പോൾ നമ്മൾ ദോശക്കല്ല് അടുപ്പിൽ തന്നെ വെച്ചിരിക്കണം. ലൈറ്റ് ചൂടായിട്ട് നമ്മൾ ഓരോന്ന് പരത്ത് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രൗൺ കളർ വരും. ഇതിന്റെ പരുവം ഇതങ്ങനെ പൊള്ളി വരണം. ഇതാണ് അതിന്റെ പരുവം. നോക്കിക്കോളൂ, ഇത് കണ്ടില്ലേ, പൊള്ളി വരണം. ഇങ്ങനെ പൊള്ളി വരണം. അതാണ് അതിന്റെ ഉണ്ടാക്കിയതിന്റെ നമ്മുടെ കറക്റ്റ്. നമുക്ക് ഇതായി എടുത്ത് അവസാനത്തെയും കൂടി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി ഇടാം. ഇനി നമ്മൾക്ക് ഇതിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്
ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ബാബു, നമ്മുടെ ബോളി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നമുക്കൊന്നും അറിയാത്ത, ആർക്കും അറിയാത്ത, അധികം അറിയാത്ത ബോളി ഗംഭീരമായിട്ടാണ്. സദ്യന്റെ അവസാനം ഒരു പ്രത്യേക കൂട്ടായിട്ട് കഴിക്കുന്നതാണ് ഈ മറ്റേ പാൽപ്പായസവും അല്ലെങ്കിൽ സേമിയ പായസവും പിന്നെ ബോളിയും. ബോളി വെറൈറ്റി അടാറായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണൊക്കെ കണ്ടു. അപ്പൊ എന്തായാലും ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന പുഷ്പമാണ്. ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കഴിച്ചില്ല. പക്ഷെ തിരുവനന്തപുരം ആ സൈഡുകളിലൊക്കെ ബോളി ഇല്ലാണ്ട് പായസേ കഴിക്കില്ല അല്ലെ. ബോളി നിർബന്ധമായിട്ടുള്ള കുറെ ജില്ലകളൊക്കെ ഉണ്ട്. അവർക്ക് അത് കണ്ടാൽ തന്നെ അറിയും. എന്തായാലും നമുക്ക് എന്തായാലും ആദ്യമായിട്ടാണ് ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഇത് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ പുഷ്പമ്മ ഒരു നല്ലൊരു കിടക്കാച്ചി ഒരു ബോളിയും അടിപൊളിയായിട്ടാണ് ഇതാകുന്നില്ല. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സാധനമാണ്. ബോളിന്റെ കൂടെ കിടക്കാച്ചി സേമിയ, അടിപൊളി സേമിയും അടിപൊളി ബോളിയും. അപ്പൊ നമുക്ക് ഈ ബോളിന്റെ ഒരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ സേമിയ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കുഴക്ക് നല്ലത് നന്നായി മിക്സ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാണ്. അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടും. നമ്മള് സേമിയ ഓൾറെഡി ഇതിന് മുമ്പൊക്കെ നമ്മൾ അത് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷെ ഈ ബോളിന്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. സൂപ്പർ പറഞ്ഞ സൂപ്പർ. ഗംഭീരം. ഓണത്തിന് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വെച്ചങ്ങോട്ട് കഴിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് ഇത് കഴിക്കാത്തവരും ട്രൈ ചെയ്യാത്തവരും ഒരുപാട് പേരുണ്ടാവും എന്തായാലും കേരളത്തില്, മലയാളത്തില്. ആദ്യം ആർക്കും അറിയില്ല. അപ്പൊ ചെയ്യാത്തവരിത് ഞാൻ വേഗം എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യണത് എന്നാണ് കാണിച്ചത്. നമ്മൾ ഒരുപാടെണ്ണം ഉണ്ടാക്കി നമുക്ക് വീട്ടിലൊക്കെ ഒരാൾക്ക് ഒന്നോ രണ്ടെണ്ണം വെച്ച്. ഈ ബോളി പല രൂപത്തിലും ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ വിധമാണ്. അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ പുഷ്പമ്മന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയിൽ അടിപൊളിയായിട്ട് ഇതുപോലെ ബോളി ഉണ്ടാക്കിയിട്ട് ഗംഭീരമായിട്ട് ഒരു പാൽപ്പായസോ അല്ലെങ്കിൽ ഒരു സേമിയ പായസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കിടക്കാച്ചി അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് റിപ്ലൈ അങ്ങോട്ട് തരിക. പുഷ്പമ്മയ്ക്ക് സന്തോഷവും. എല്ലാവരും നിർബന്ധമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. കഴിച്ചേ പറ്റൂ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ എല്ലാവരും കഴിക്കട്ടെ അല്ലെ. ബോളി പറയണത് എല്ലാ പായസത്തിൽ കൂടെയും കഴിക്കാം. ഇപ്പൊ സേമിയ പായസം പാൽപ്പായസം എന്നല്ല, വേറെ എല്ലാ പായസത്തിൽ കൂടെയും കഴിക്കാം. പക്ഷെ ടേസ്റ്റ് കിട്ടുന്നത് ഈ പായസത്തിൽ മാത്രം. സേമിയന്റെ കൂടെ അല്ലേ. സേമിയാണ് ഏറ്റവും നല്ല മാച്ച് ആയിട്ടുള്ള സേമിയാണ്. അത് നല്ല കഴിക്കുമ്പോൾ അറിയില്ല. പരിപ്പ് പായസം പറയുമ്പോൾ ഇതിലൊക്കെ പരിപ്പ് ചേരുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ വ്യത്യസ്തമായി കഴിക്കുമ്പോൾ അതിലെ ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ട്. അപ്പൊ എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാക്കിയിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. അപ്പൊ എല്ലാവരും ഇതുപോലെ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. കമന്റ്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊടുക്കുക. അടുത്ത കിടക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.